പത്തനംതിട്ട തിരുവിതാംകൂർ ദേവസ്വം ഓഫീസിലെ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. സന്ദീപ് വാര്യർ, ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ എന്നിവർ ഉൾപ്പെടെ 17 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. മാർച്ചിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിന്റെ ജനൽ ചില്ലുകൾ പ്രവർത്തകർ എറിഞ്ഞു പൊട്ടിച്ചിരുന്നു. നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? കൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ടയിലെ തിരുവിതാംകൂർ ദേവസ്വം ഓഫീസിലേക്ക് വലിയ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. ജില്ലയിലെ വിവിധ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും പ്രവർത്തകരെത്തിയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത്. ഇതിനെ തുടർന്ന് പോലീസ് ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ ഓഫീസിന്റെ മുന്നിലേക്ക് പ്രവേശിക്കുകയും ജനൽ ചില്ലിലേക്ക് കല്ലെടുത്തെറിയുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ പിരിച്ചുവിട്ടത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഏതായാലും നിലവിൽ 7ഓളം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം ഇവരെ 7 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സന്ദീപ് വാര്യരാണ് ഒന്നാം പ്രതി. സന്ദീപ് വാര്യരായിരുന്നു പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടകനും. അതോടൊപ്പം ജില്ലയിലെ പ്രമുഖ നേതാക്കളായിട്ടുള്ള വിജയ് ഇന്ദുചൂടൻ, നഹാസ് പത്തനംതിട്ട എന്നിവരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശരി, നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.